5 കൊല്ലം കൊണ്ട് ഉമ്മൻചാണ്ടി സാർ 4.3 ലാക്സിൻ്റെ വീടുണ്ടാക്കിയതാണോ 10 കൊല്ലം കൊണ്ട് LDF സർക്കാർ 5 ലക്ഷത്തിൻ്റെ അടുത്ത് വീടുണ്ടാക്കിയതാണോ ബെറ്റർ? ശരിയാണ്, ഉമ്മൻചാണ്ടി സർക്കാർ 4.3 ലക്ഷം വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡാറ്റ ട്രാൻസ്പെറൻസിയാണ്. 2016 മുൻപ് നൽകിയെന്ന് പറയപ്പെടുന്ന വീടുകളിൽ എത്ര എണ്ണത്തിൻ്റെ പണി പൂർത്തിയായി, എത്ര എണ്ണം അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് ലഭിച്ചു? ഇതിനൊന്നും അന്നൊരു യൂണിഫൈഡ് ട്രാക്കിംഗ് സിസ്റ്റം ഇല്ലായിരുന്നു. പബ്ലിക് ഡൊമൈനിൽ പരിശോധിച്ചാൽ ഇതിൻ്റെ ഒരു വെരിഫൈഡ് ഡാറ്റ നമുക്കിന്നും ലഭ്യവുമല്ല. എന്നാൽ ലൈഫ് മിഷനിൽ ഓരോ വീടിനും കൃത്യമായ യൂണിഫൈഡ് ട്രാക്കിംഗ് സിസ്റ്റം ഉണ്ട്. ആർക്കാണ് വീട് നൽകിയത്, ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ് പണി നടക്കുന്നത് എന്നുള്ളതിൻ്റെ എല്ലാം കൃത്യമായ ഡാറ്റ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്. ഇനി ഫണ്ടിൻ്റെ കാര്യം നോക്കിയാൽ UDF കാലത്ത് ഈ വീടുകളെല്ലാം പല പദ്ധതികളായിട്ടാണ് കൊടുത്തത്. ഇന്ദിരാഗാന്ധി ആവാസ് യോജന വഴി 2,54,000 വീടുകളും, SC/ST സ്കീം വഴി 93,000 വീടുകളും, ഫിഷർമാൻ സ്കീം വഴി 19,000 വീടുകളും, അർബൻ ഹൗസിംഗ് യോജന വഴി 53,000 വീടുകളാണ് അന്ന് നൽകിയത്. ഇതിൽ ഏറ്റവും കൂടുതൽ വീടുകൾ നൽകിയ ഇന്ദിരാഗാന്ധി ആവാസ് യോജന പദ്ധതി പ്രകാരം 70,000 മുതൽ 1.2 ലക്ഷം രൂപ വരെയായിരുന്നു ഒരു വീടിന് നൽകിയിരുന്നത്. അതിൽ തന്നെ 75% സെൻട്രൽ ഷെയർ ആയിരുന്നു. ബാക്കി 25% മാത്രമാണ് സ്റ്റേറ്റ് ഷെയർ. അതായത് ഒരു വീടിന് 18,000 മുതൽ 30,000 രൂപ വരെ. ഇനി ഇതിൽ സ്റ്റേറ്റിൻ്റെ മാത്രം സ്കീമായ SC/ST സ്കീമും ഫിഷർമാൻ സ്കീമും വഴി 2 ലക്ഷം രൂപ വരെയാണ് മാക്സിമം ഒരു വീടിന് കൊടുത്തിരുന്നത്. പക്ഷേ ലൈഫ് മിഷനിൽ ഒരു വീടിന് നൽകുന്നത് 4 ലക്ഷം രൂപ വരെയാണ്. ഇതിൽ 82% സ്റ്റേറ്റ് ഷെയറാണ്. വെറും 18% മാത്രമാണ് സെൻട്രൽ ഷെയർ ഇതിലുള്ളത്. അതായത് ഒരു വീടിന് 72,000 രൂപ മാത്രമാണ് സെൻട്രൽ ഷെയർ. ഈ തുക നൽകാൻ ഓരോ വീടിൻ്റെ മുന്നിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കണമെന്ന് കേന്ദ്രം നിർബന്ധം പിടിച്ചപ്പോൾ എൻ്റെ നാട്ടിലെ ജനങ്ങളുടെ ആത്മാഭിമാനത്തിന് മുകളിൽ ആരുടെയും ഫോട്ടോ വേണ്ടെന്ന് പറഞ്ഞ് ആ തുക വേണ്ടെന്ന് വെക്കാൻ ആർജവം കാണിച്ച സർക്കാരാണിത്. UDF 5 കൊല്ലം കൊണ്ട് 4,35,000 വീട് കൊടുത്തില്ലേ, LDF 10 കൊല്ലം കൊണ്ട് 5 ലക്ഷം വീടല്ലേ കൊടുത്തു എന്ന് ചോദിക്കുന്നവരോട് UDF പറയുന്ന ഈ 4 ലക്ഷം വീടുകളുടെ വെരിഫൈഡ് ഡാറ്റ എവിടെയാണ്? ഏത് വെബ്സൈറ്റിൽ നോക്കിയാൽ നമുക്കിതിലെ ഗുണഭോക്താക്കളെ കാണാൻ പറ്റും? പണി തുടങ്ങിയവയും പാതി വഴിയിൽ നിലച്ചതും അപേക്ഷ കൊടുത്തതും എല്ലാം കൂട്ടിച്ചേർന്നൊരു ഏകദേശ കണക്കാണത്. എന്നാൽ ലൈഫ് മിഷനിൽ അങ്ങനെയല്ല. lifemission.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറിയാൽ ആർക്കും ഈ കണക്കുകൾ പരിശോധിക്കാം. അന്നൊരു വീടിന് കൊടുത്തത് 70,000 മുതൽ 2 ലക്ഷം രൂപ വരെയാണ്. അതിലേറിയ പങ്കും കൊടുത്തത് സെൻട്രൽ ഗവൺമെൻറ്റും. പക്ഷേ ഇന്ന് ലൈഫ് മിഷനിൽ കേരള ഗവൺമെൻറ് ഒരു വീടിന് 4 ലക്ഷം രൂപ വരെ നൽകുന്നു. അതായത് അന്ന് 2 വീട് പണിത പൈസ കൊണ്ടാണ് ഇന്ന് ഒരു വീട് പണിയുന്നത്. 2 സർക്കാരുകളും വീടുകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ വ്യക്തമായ ഡാറ്റാബേസുള്ള, കൃത്യമായ പൂർത്തീകരണ കണക്കുകളുള്ള, ജനങ്ങളുടെ ആത്മാഭിമാനത്തിന് വിലയിടാത്ത ഒരു പദ്ധതിയുള്ളൂ. അത് ലൈഫ് മിഷനാണ്. ബാക്കി നിങ്ങൾ തീരുമാനിക്കുക.